ഒരു നിമിഷം മൗന പ്രാർത്ഥന. എല്ലാവരും എണീച്ചു. ഓക്കെ, താങ്ക് യു. അടുത്തതായി സ്വാഗത പ്രസംഗത്തിനായി ഇഷുവിനെ വേദിയിലേക്ക് ക്ഷണിക്കും. ആദ്യമായി ഇവിടെ വന്നിരിക്കുന്ന ആദരണീയ കളക്ടർ ദാനിഷ്, പ്രിൻസിപ്പാൾ ആലം, നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന അധ്യാപകൻ ദിയൂപ്പിനെയും ഇവിടെ വന്നിട്ടുള്ള മറ്റു അധ്യാപകരെയും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. അടുത്തതായി നമ്മുടെ പ്രിൻസിപ്പളായ ആലമിനെ ചെറിയ വാക്കുകൾ സംസാരിക്കുവാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ്. ഇവിടെ കൂടിയിരുന്ന എല്ലാവർക്കും ആദ്യമായി എന്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ സ്കൂളിൽ നിന്ന് 28 വർഷത്തെ അധ്യാപനത്തിന് ശേഷം പിരിഞ്ഞു പോകുന്ന നമ്മുടെ സ്വന്തം ദിയൂഫ് മാഷിനെ എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. അദ്ദേഹം നമുക്കേവർക്കും പ്രിയങ്കരനായിരുന്നു. കുട്ടികളെല്ലാം അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിനും ഇവിടെ കൂടിയിരുന്ന എല്ലാവർക്കും എന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു പ്രിൻസിപ്പാൾ. അടുത്തതായി ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ കളക്ടർ ഡാനിഷിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇവിടെ കൂട്ടിയിരിക്കുന്ന രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, എത്ര സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളുടെ വിനീതമായ നമസ്കാരം. നമ്മളെ പിരിഞ്ഞു പോകുന്ന നമ്മുടെ ദിയൂഫ് മാഷിന്റെ എല്ലാവിധ ആശംസകളും. 28 വർഷമായി HMIHSS-ലെ മാത്സ് അധ്യാപകനായി കഴിഞ്ഞ ദിയൂഫ് മാഷ് ഇത്തവണ പോവുകയാണ്. SSLC-ക്ക് ഉയർന്ന മാർക്ക് നേടിക്കൊടുത്ത ഒരു മാസം കൂടിയായിരുന്നു ദിയൂഫ് മാഷ്. വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ആയിരുന്നു കുട്ടികളോട് പെരുമാറിയുന്നത്. എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഈ പരിപാടിയിൽ ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിക്കുവാൻ നമ്മുടെ മുഖ്യ അധ്യാപികയായ ജിൽവയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ചീഫ് ഗസ്റ്റ് ഡാനിഷ് സർ, പ്രിൻസിപ്പൽ ആലം, വൈസ് പ്രിൻസിപ്പൽ അഭിന, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമുക്ക് വളരെയധികം സങ്കടമുണ്ട്. അതായത് നമ്മുടെ യൂത്ത് സർ ഇന്ന് ഇവിടുന്ന് പോവുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് കടന്നു പോവുകയാണ്. അതിനാൽ എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. കുട്ടികൾ യൂത്ത് സർ പോകുന്നതിന് വളരെയധികം സങ്കടത്തോടെ കരയുകയാണ്. കാരണം അത്രക്കും മഹത്വവും ഹെൽപ്ഫുള്ളും മായ ഒരു സാറായിരുന്നു ഇദ്ദേഹം. ഇനിയും നല്ല അധ്യാപകനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. അടുത്തതായി വിദ്യാർത്ഥികളുടെ റെപ്രസെന്റേറ്റീവായ അഭിനവിനെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഡാനിഷ്, പിന്നെ നമ്മളെ വിട്ടുപിരിയുന്ന നമ്മുടെ അധ്യാപകൻ ദിയൂഫ്, നമ്മുടെ പ്രിൻസിപ്പാൾ അലാം, പിന്നെ എൻ്റെ വിദ്യാർത്ഥിനികളെ, നമ്മളിന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ അധ്യാപകൻ ദിയൂഫിനെ യാത്രയപ്പ് നേടുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ഒപ്പം ഇത്രയും കാലം ഏത് പരിപാടിക്കും ഒപ്പം ഉണ്ടായിരുന്ന നമ്മുടെ ടീച്ചർ ദിയൂഫ് നമ്മെ വിട്ടു പിരിയുന്നതിൽ എനിക്കും മറ്റുള്ള അധ്യാപകർക്കും വളരെയധികം സങ്കടമാണ്. ഇത്രയും പറഞ്ഞു ഞാൻ വാക്കുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിക്കുവാൻ PTA പ്രസിഡന്റായ നിശ്വയെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ദിയൂഫ് സാറിനെ
ആശംസകൾ അർപ്പിക്കുകയാണ്. ഇതോടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു നിശ്വ. അടുത്തതായി നന്ദി പറയുവാനായി സിദ്ധാർത്ഥിനെ വേദിയിലേക്ക് സാധനം ചെയ്യുന്നു. നമ്മളോട് വിട പറയുന്ന സർ ദിയു, ഗസ്റ്റ് കളക്ടർ ഡാനിഷ്, പ്രിൻസിപ്പൽ ആലം, പിന്നെ പ്രിയ സുഹൃത്തുക്കളോട് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മറുപടി പറയുവാനായി നമ്മുടെ പ്രിയങ്കരനായ ദിയൂഫിനെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കളക്ടർ ഡാനിഷ്, പിന്നെ മറ്റു ടീച്ചേഴ്സ്, സഹപ്രവർത്തകരെ നമസ്കാരം. ഈ സ്കൂളിൽ ഞാൻ 28 വർഷമായി ജോലി ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് വിട പറയുന്നത് കൊണ്ട് വളരെ സങ്കടമുണ്ട്. ഞാൻ എന്തെങ്കിലും തെറ്റ് നിങ്ങളെ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ദിയൂഫ് എന്ന അധ്യാപകന്റെ പ്രിയങ്കരനായ ഒരു വിദ്യാർത്ഥിയായ അമലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹം സാറിന് ഒരു ഉപഹാരം നൽകുവാനാണ് വരുന്നത്. ഈ സമ്മേളനം ഔപചാരികമായി നിർത്തുന്നു. നന്ദി. So thank you Midimedican, thank you Nature, thank you Little Sparrows, thank you Phoenix Birds, thank you Challenges. എന്തായാലും തീർച്ചയായും അഭിമാനമുണ്ട്. കാരണം ഉച്ചയ്ക്ക് ശേഷം നടന്ന വെറും 1-1.5 മണിക്കൂർ പ്രസംഗത്തിന്റെ ഒരു ചെറിയൊരു ലോകം, വലിയൊരു മഹാസാഗരമാണത്, വലിയൊരു സമുദ്രമാണ്. ദീപക്, നിങ്ങളുടെ ടീമല്ലേ മാർക്ക് കൊടുക്കണം. വലിയൊരു സമുദ്രമാണ് ഈ പ്രസംഗം എന്ന് പറയുന്ന, പ്രഭാഷണം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടു അബ്ദുൽ സമദ് സമദാനിയുടെയും ശിവഖേരയുടെയും ഹിറ്റ്ലറിന്റെയും ഒക്കെ, അങ്ങനെ തുടങ്ങി ഇബ്രഹാം ലിങ്കൺ തുടങ്ങി വിൻസ്റ്റൺ ചർച്ചിൽ തുടങ്ങി ഏറ്റവും അവസാനം നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ ഒരുപാട് ആളുകൾ, അവരൊക്കെ ധന്യമാക്കിയ വലിയൊരു മേഖലയാണ് പ്രസംഗം, പ്രഭാഷണം എന്നുള്ളത്. സുകുമാർ അഴീക്കോട് അടക്കമുള്ള ആളുകൾ അതിനെ ഇതാണ് ആ ലോകമെന്ന് വെറും 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരികയും അതിനെ വളരെ എത്രയും ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ കുട്ടികൾ ഏറ്റെടുത്തു എന്ന് കാണുമ്പോൾ റിയലി ഗ്രേറ്റ്, റിയലി ഐ ലവ് യു ഓൾ, ബ്യൂട്ടിഫുൾ. എനിക്ക് തോന്നുന്നു ഈവൻ മുതിർന്ന ആളുകൾക്ക് പോലും വളരെ ചെറിയ സമയം കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, ഈ ഒരു മീറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് മാത്രമാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. 4-5 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട് എങ്ങനെ ഉണ്ടാവണം. പക്ഷെ അത് അക്ഷരം പ്രതി നിങ്ങൾ അനുസരിക്കുകയും കൃത്യമായിട്ട് അത് ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്യുന്നതിൽ ഐ ഹാവ് നോ വേർഡ്സ്, എനിക്ക് വാക്കുകളില്ല കേട്ടോ. ഫസ്റ്റ് നമ്മുടെ ടീം വന്നത് മിടുമിടുക്കൻ ടീമായിരുന്നു. ദീപകിന്റെ നേതൃത്വത്തിൽ. എനിക്ക് തോന്നുന്നു ദീപക് കഴിഞ്ഞ വർഷത്തിലെ മിടുമിടുക്കനാണ്. ഈ വർഷം അദ്ദേഹം തന്നെ അതിന്റെ മാസ്റ്റർ ഓഫ് സെറമണി, ആ പ്രോഗ്രാം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കുന്നു. എനിക്ക് തോന്നുന്നു ആ പേര് മറന്നുപോയത് പോലും അല്ലെ, മറന്നല്ലേ ദീപക്? എന്ന് മറന്നതല്ലേ നവകാന്റെ പേര്? ഈവൻ മറന്നുപോയിട്ട് പോലും വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തു, അത് മാനേജ് ചെയ്ത് അത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ആ സാഹചര്യത്തിനനുസരിച്ച് അദ്ദേഹം അത് എന്ത് ചെയ്തു, മാനേജ് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളത് ഇറ്റ്സ് ഗ്രേറ്റ്. ആൻഡ് എൻമാളിന്റെ MD നബാൻ അല്ലെ, നബാൻ ഓണർ, ഒരു വ്യത്യസ്ത സബ്ജക്റ്റ് ആയിരുന്നു നിങ്ങൾ സെലക്ട് ചെയ്തത്. വളരെ എനിക്ക് തോന്നുന്നു ഞാൻ പറയാത്തൊരു സബ്ജക്ട് അല്ലെ, ഒരാളെ ആദരിക്കണം അല്ലെങ്കിൽ പിന്നെ യാത്രയക്കണം എന്നൊക്കെ പറഞ്ഞതിന്റെ അതൊന്നും അല്ലാത്ത വേറൊരു സബ്ജക്റ്റിൽ സെലക്ട് ചെയ്തു എന്നുള്ളത് ഇറ്റ്സ് ഗ്രേറ്റ്. എനിക്ക് തോന്നുന്നു എല്ലാവരും നെയിം ബോർഡ്സ് വെച്ചു. നെയിം ബോർഡ്സിന്റെ അല്ല കണ്ടില്ലേ പ്രോഗ്രാമിന് നെയിം ബോർഡ്സ് അവിടെ വെച്ചു. മ്യൂസിക് ഒക്കെ ഇൻവിറ്റേഷൻ സമയത്ത് മ്യൂസിക് ഒക്കെ അദ്ദേഹം ചെയ്തു. ചീഫ് ഗസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്നു. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ മറന്നുപോയോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. കുഴപ്പമില്ല, നല്ല തിരക്കല്ലേ, ഇലക്ഷന്റെ സമയം ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ. ദെൻ IAS ഉദ്യോഗസ്ഥൻ നന്നായിട്ട് സംസാരിച്ചു.